കുട്ടികളെ കുളിപ്പിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേക രീതികളുണ്ടോ? ഈ കുട്ടികളെ കുളിപ്പിക്കുമ്പോഴുള്ള മസാജിങ് അതേപ്പറ്റിയൊക്കെ ഒരു ന്യൂനറ്റോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? കുട്ടികൾ മസാജ് ചെയ്യാൻ നല്ലതാണ്, പക്ഷേ കുട്ടികൾ ഉപയോഗിക്കുന്ന എണ്ണകളിൽ നമ്മൾ അത്ര അധികം സപ്പോർട്ട് ചെയ്യാറില്ല. പ്യുവർ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് ഇപ്പം ബ്രാൻഡിങ് പോലും നമ്മൾ പറയാറില്ല. ഞാൻ കോമൺലി നമ്മൾ കോപ്പിയുടെ നമ്മളെല്ലാവരും പറയുന്നത് മില്ലിലാട്ടിയ വെളിച്ചെണ്ണ അതേപോലെ വാങ്ങിക്കാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ ആകെയുള്ളൊരു നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. പിന്നെ മസാജ് ചെയ്യുന്നതിനുള്ള പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് കുളിപ്പിക്കുന്ന എങ്ങനെയെന്ന് പാരൻസ് ചോദിക്കുമ്പോൾ പറയും. ഞാൻ പറയാറുള്ളത് നമ്മുടെ ഒ പി ഡിക്ക് പറയുന്നത് കുട്ടിയെ കുളിപ്പിക്കുന്ന സ്ഥലങ്ങളിലുള്ള ടെമ്പറേച്ചർ. ഇപ്പം കുട്ടീനെ നമ്മൾ ഡ്രസ്സ് മാറ്റിയിടുമ്പം കുട്ടിയുടെ കയ്യിലോ കാലിലോ നീലിക്കാം. അപ്പം നീലിക്കുന്നതിൻ്റെ അർത്ഥം വെയിറ്റ് കുറയുന്നുള്ളതും അതനുസരിച്ച് കുട്ടിയുടെ ശരീരം തണുക്കുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നതാണ് അർത്ഥം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതേപോലെ സ്കിൻ ടു സ്കിൻ കോൺടാക്ട് ചെയ്യാൻ പറയും കുട്ടികൾ. പിന്നെ രാവിലെ നമ്മളൊരു 9 to 10 o'clock മുന്നേ ആ സമയമായിരിക്കും ഏകദേശം നമ്മൾ കുളിപ്പിക്കാൻ നോക്കാൻ ശ്രമിക്കുക. ഒന്ന്, ഈ സമയങ്ങളിൽ വീട്ടിൽ ആരെങ്കിലും കാണും. 2, സൂര്യൻ്റെ വെളിച്ചം ഒരുപാട് കൂടത്തുമില്ല, കുറവായിരിക്കും, ഒരു മിഡിൽ ടൈം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആദ്യം കൂടുതൽ വിയർത്താലും ഇവർ വെയിറ്റ് കുറഞ്ഞുള്ള പ്രശ്നങ്ങളും വരും. അപ്പോൾ കൂടുതൽ തണുക്കാനും പാടില്ല. അതാണ് ആ ഒരു ടെമ്പറേച്ചർ ടൈം ലിമിറ്റ് നമ്മൾ പറയും. പിന്നീട് നമ്മൾ പറയുന്നത് കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ, അതൊരു 10 seconds നമുക്കൊരു വിരലിങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ. അങ്ങനത്തെ ലൂക്കോം വാട്ടർ നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് എന്നുള്ളവർക്ക് പറയും.